ഹലോ, ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ മോയ്സ്ചറൈസർ ഇടുന്നതിന് മുമ്പ് ഒരു ടോണർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ തണുപ്പിച്ചൊരു ടോണർ പോലെ ഇട്ട് കൊടുക്കും, അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പൗഡറാണ് ഇടുന്നത്. പൗഡർ ഇട്ടതിന് ശേഷമാണ് ഞാൻ കരി ഇടുന്നത്. അപ്പോൾ എനിക്ക് കരി ഇങ്ങനെ പടരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കരി പടരത്തില്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഐലൈനർ എനിക്ക് അത്രയ്ക്ക് കറക്റ്റ് ആവാറൊന്നുമില്ല. പിന്നെ ഞാൻ തോന്നുന്നത് പോലെ വാരി വലിച്ചൊക്കെയാണ് എഴുതിക്കൊണ്ട് പോകുന്നത്. ഒരു ഷേപ്പും ഇല്ലാതെയാണ് ഒക്കെ എഴുതിക്കൊണ്ട് പോകുന്നത്. അതിനുശേഷം ഞാനാണെങ്കിൽ ഒരു ലിപ് ബാം ഇട്ട് കൊടുത്തു. സത്യം പറഞ്ഞാൽ ഇത് ഒരുങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ആണ് ലിപ് ബാം ഇടേണ്ടത്. ഞാൻ ഇതിനൊക്കെ മുമ്പ് അത് കഴിഞ്ഞിട്ടാണ് ലിപ് ബാം ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഞാൻ ലൈനായിട്ട് വരച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ വാങ്ങിച്ച ഒരു ലിപ്സ്റ്റിക്ക് ഒന്ന് ഇട്ട് കൊടുത്തു. കൂറ ലിപ്സ്റ്റിക്ക് കേട്ടോ, ഒട്ടും കൊള്ളത്തുമില്ല, അതിൻ്റെ ഒരു ഇതുമില്ല. അതായത് അവിടെ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിക്കുന്ന ലിപ് ബാമും കൊള്ളത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ജീൻസും ഒരു ടോപ്പുമാണ് ഇടുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെടുക